ജില്ലാ പഞ്ചായത്ത് അംഗം ചുഴലിയിലെ സ്വന്തം പാർട്ടി പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി എന്ന ആരോപണത്തിൽ ഉചിതമായ നടപടി കൈക്കൊള്ളാനാകാതെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ചുഴലിയിൽ വിപുലമായ കൺവെൻഷൻ നടത്തി കെട്ടുകഥകൾ വെളിയിൽ കൊണ്ടുവരുമെന്ന് ചുഴലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. ചുഴലി മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം പാർട്ടിയിലെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ കള്ളപ്പരാതി നൽകി എന്ന ആരോപണത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. 2025 മാർച്ച് 26 നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ രംഗത്ത് എത്തിയത്. 2025 മാർച്ച് 26 ചുഴലിയിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും ചുഴലി മണ്ഡലം കോൺഗ്രസ് മുൻ സെക്രട്ടറിയുമായിരുന്ന ലക്ഷ്മണൻ KV എന്നയാളുടെ വീടിൻ്റെ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭർത്താവിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു. എന്നാൽ സംഭവസ്ഥലത്ത് അന്ന് ഇല്ലാതിരുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഇവരുടെ പാർട്ടി വനിതാ നേതാവ് ലക്ഷ്മണൻ എന്നയാൾക്കെതിരെ തന്നെ കയറിപ്പിടിച്ചതായും സ്ത്രീത്വത്തെ അപമാനിച്ചതായും പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണൻ എന്ന കോൺഗ്രസ് പ്രവർത്തകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തതായും ലക്ഷ്മണൻ പറയുന്നു. കഴിഞ്ഞ മാർച്ച് 26 രാത്രി എൻ്റെ സ്ഥലത്തിന് കെട്ടിയ ചുറ്റുമതിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രിയയുടെ ഭർത്താവും കുറച്ച് അവരുടെ ചെങ്കിടികളും കൂടി രാത്രിയുടെ മറവിൽ പൊളിച്ചു. അത് കഴിഞ്ഞ് ഫൽഗുനെതിരെ ഞാൻ കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. അത് ഈ സംഭവ ദിവസം തന്നെ രാത്രി പോലീസ് വന്ന് കണ്ടിരുന്നു. പോലീസിന്റെ മുമ്പിൽ ഇവരെ നാട്ടുകാരാ പൊളിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവര് വലിയ വീരസം പറഞ്ഞു. അത് കഴിഞ്ഞ് പോലീസ് എന്നോട് പിറ്റേന്ന് റിട്ടേൺ പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പോയി ഞാൻ പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പരാതി ഉണ്ടെന്ന് എന്നോട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി പരാതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എടുക്കാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്കതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ ഉള്ള പരാതി ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ പരാതി ഇപ്പം നിലവിൽ കോടതിയിലുള്ള അത് ഞാൻ ജാമ്യം എടുത്തിട്ടുള്ള ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടാണ് ഇവര് ഈ മതിൽ പൊളിച്ചത്. പക്ഷെ റോഡിന് എല്ലാ സ്ഥലത്ത് പ്രശ്നം തീർത്തിട്ട് എൻ്റെ അടുക്ക വന്ന് റോഡിന്റെ പ്രശ്നം തീർത്തതിന് ശേഷം ഞാൻ റോഡ് കയറി കെട്ടിയതാണെങ്കിൽ അതിലൊരു ഇതുണ്ട്. ഇത് ഒന്നുമല്ല, എനിക്കറിയില്ല എത്രയാണ് ഈ റോഡിന്റെ വീതി എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ സ്ഥലം റിസർവ് കഴിഞ്ഞിട്ട് എനിക്ക് അതിര് വെച്ച് തന്ന സ്ഥലത്തിന്റെ ഉള്ളിൽ എൻ്റെ സ്ഥലത്ത് മാത്രമാണ് ഞാൻ മതിൽ കെട്ടിയത്. അപ്പോൾ റോഡിന്റെ മതിൽ മാത്രമല്ല, ഞാൻ പ്രൈവറ്റ് എൻ്റെ ഇവരുമായി ബന്ധപ്പെടാത്ത ഭാഗത്തു കൂടി ഇവരെ കയറി മതിൽ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞങ്ങള് ഞാനിത് പാർട്ടി മുഖേന തന്നെ പരാതി പോയിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇവരൊരു കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, വൽഗുനൻ ബ്ലോക്ക് സെക്രട്ടറിയാണ്, അതുപോലെ INTC നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റാണ്. ഇത്രയും ഭാരവാഹിത്വം വഹിക്കുന്ന ഇവര് പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഘടകത്തിലോ ഇങ്ങനെ ഒരു കാര്യവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ 100% പാർട്ടിക്ക് വിധേയമായി പാർട്ടി മുഖേന മാത്രമേ ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. കാരണം അനാവശ്യമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു പരാതിയായിട്ട് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പരാതി പാർട്ടിയിലേക്ക് പോയത്. ഇല്ലെങ്കിൽ ഞാനത് കോടതി മുഖേന തന്നെ നേരിടാൻ തയ്യാറാവുന്നു. പക്ഷെ പാർട്ടി അറിയണം, ജനങ്ങൾ അറിയണം എന്ന താല്പര്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഇവര് അവിടെ എല്ലാ സ്ഥലത്തും പോയിട്ട് വേറെ പ്രസംഗിക്കുന്ന ടീമല്ലേ. അപ്പൊ അവരെ ഒന്ന് തുറന്ന് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാനിത് കാണുന്നത്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ ഒരു ജനപ്രതിനിധി ഒരു കാരണവശാലും ആകാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ഈ രീതിയിലാണ് ഇതിന്റെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ. തികച്ചും ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള 17ഓളം കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതികൾ നൽകി വിപുലമായ കൺവെൻഷനും ചുഴലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ച് ചേർത്തിരുന്നു. AICC ജനറൽ സെക്രട്ടറിക്കും DCC പ്രസിഡന്റിനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും MLAയ്ക്കും ഇവർ ഇതിനെ ശരിയായ കാര്യം ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് ചുഴലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. MLAയ്ക്ക് മുമ്പാകെ പരാതികൾ ഉന്നയിച്ചിട്ടും ഇല്ലാത്ത കെട്ടുകഥയുടെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകയും
ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധിയുമായ ആൾ പാർട്ടി നേതൃത്വത്തെ പോലും അനുസരിക്കുന്നില്ല എന്ന പരാതിയാണ് ചുഴലി ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൂടിയായ പ്രദീപൻ പടപ്പയിൽ ആരോപിക്കുന്നത്. പ്രശ്നം തീരുമാനം ആകുന്നതുവരെ വിപുലമായ കൺവെൻഷൻ നടത്തി ചുഴലിയിലെ കോൺഗ്രസ് പ്രവർത്തകരെ വസ്തുതകൾ ബോധിപ്പിച്ച് പാർട്ടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഭാവി പരിപാടികൾ ആലോചിക്കേണ്ടി വരുമെന്നും ചുഴലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ ലക്ഷ്മണൻ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അവിടുത്തെ ലക്ഷ്മണന്റെ അയൽപക്കക്കാരനും അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. പാർട്ടി എന്നുള്ള രൂപത്തിൽ എന്നെ വിളിച്ച് പരാതി പറയുകയും പിറ്റേ ദിവസം രാവിലെ ഞാൻ ലക്ഷ്മണന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയും മതിൽ പൊളിച്ചത് നേരിൽ കണ്ട ഒരാളുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ലക്ഷ്മണനോട് പ്രാദേശികമായി അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനോടും ബ്ലോക്ക് പ്രസിഡന്റിനും പരാതി നൽകുവാൻ പറയുകയും അതുപ്രകാരം ലക്ഷ്മണൻ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. അതിനുശേഷം യാതൊരു നടപടിയും എടുക്കാതെ തികച്ചും അന്യായമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ PC പ്രിയ എന്നെ കയറി പിടിച്ചു എന്നും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞ് കള്ള കേസ് കൊടുത്തത് നിലവിലുള്ള നമ്മുടെ MLA സജി ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ഈ പ്രശ്നത്തിനകത്ത് ഇടപെടാമെന്നും ഇത് തികച്ചും അന്യായമായ കേസാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് MLA പറഞ്ഞതിന്റെ കോൾ റെക്കോർഡ് അടക്കമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഇത് ഈ കള്ളക്കേസാണ് എന്നുള്ള കാര്യത്തിനകത്ത്. അപ്പൊ അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ തീർത്തു തരാമെന്ന് പറയുകയും പ്രശ്നപരിഹാരം ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ നിലവിൽ ഈ ചെങ്ങളായി മണ്ഡലത്തിനകത്തുള്ള നമ്മുടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും 2 പഞ്ചായത്ത് മെമ്പർമാരാണ് നമുക്ക് ചുഴലി മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളത്. ആ 2 പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ 2 വൈസ് പ്രസിഡന്റുമാർ, 4 ബ്ലോക്ക് സെക്രട്ടറിമാർ, 15ഓളം മണ്ഡലം സെക്രട്ടറിമാർ, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എല്ലാവരും കൂടി യോഗം ചേർന്ന് അത് ഒപ്പിട്ട് പാർട്ടി KPCC പ്രസിഡന്റും DCC പ്രസിഡന്റ് അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് KPCCയുടെ സംഘടനാ സെക്രട്ടറിയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർക്ക് മെയിൽ അയക്കുകയും DCC പ്രസിഡന്റിനെ നേരിൽ കണ്ട് പരാതി കൊടുത്ത് പരാതിയുടെ റെസീറ്റ് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. കൂലിപ്പണിക്കാരനാണ് ലക്ഷ്മണൻ. ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടി തന്നെ 25,000 രൂപയോളം ലക്ഷ്മണന് ചെലവായിട്ടുണ്ട്. ഈ നാട്ടിലെ നല്ലവരായ കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ടാണ് ലക്ഷ്മണൻ മുൻകൂർ ജാമ്യം തന്നെ എടുത്തത്. വളരെ പ്രാരാബ്ധത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിനെ ഇങ്ങനെ അന്യായമായി ഒരു ജനപ്രതിനിധി, അതും സ്വന്തം വോട്ട് ചെയ്ത് ലക്ഷ്മണൻ വോട്ട് ചെയ്ത് DCPക്കാണ്, കോൺഗ്രസിനാണ്, നടുവിൽ ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാണ്. എന്നിട്ടും ഒരു കയമ്പുമില്ലാതെ ഇത്തരം കേസുകളുമായി പോകുന്ന നടപടിയോട് യോജിക്കാൻ കഴിയില്ല. പാർട്ടി കൃത്യമായി ഇതിൻ്റെ അകത്ത് ഇടപെട്ട് നടപടിയെടുത്തില്ല എങ്കിൽ വരും കാലങ്ങളിൽ ചെങ്ങളായി ചുഴലി മണ്ഡലത്തിൽ 10 വാർഡുകളാണ് ഉള്ളത്. ആ 10 വാർഡുകളിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ നേരിൽ കണ്ട് അവരുടെ ഗൃഹ സന്ദർശിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. എത്രയും പെട്ടെന്ന് പാർട്ടി ഈ നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന് പാർട്ടിക്ക് പറ്റുന്നില്ല എങ്കിൽ പാർട്ടി അത് തുറന്നു പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല, അവർ നടപടിയെടുക്കാൻ പറ്റുന്നില്ല, അവരെ നമുക്ക് ഭയമാണ് എന്ന് പാർട്ടി ഒന്നുകിൽ പറയണം, അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കണം. ഇങ്ങനെ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഇപ്പൊ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പ്രിയമായി വേദി പങ്കിടേണ്ടി വരും. ഇങ്ങനെ അന്യായമായി കേസ് കൊടുത്താൽ എന്താ ചെയ്യുക? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ആ കേസ് ന്യായമാണ് എന്ന് പറയുന്ന ഒരാളുണ്ടോ? തികച്ചും അന്യായമായ ഒരു കേസ്. അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കേസ് കൊടുത്ത ഈ നടപടി പ്രിയക്കെതിരെ പാർട്ടി നടപടിയെടുക്കണം. അല്ലാതെ ഇതിന്റെ നുരിഞ്ച് നമ്മൾ പിന്നോട്ടില്ല. വിപുലമായ കൺവെൻഷൻ വരും ദിവസങ്ങളിൽ വിളിച്ചു ചേർക്കും. ഈ ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞ പാട് വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും ഈ നിലപാടിനെതിരെ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് MLA ചുമതലപ്പെടുത്തി എന്നാണ് പറയുന്നത്. MLA ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇത്രയും ദിവസം നമ്മളൊരു 6 മാസം 5 മാസ കാലയളവ് ഈ പാർട്ടിക്ക് നിരന്തരമായി എല്ലാ ഫോറങ്ങളിലും പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ്. പാർട്ടിയോട് വിധേയത്വമുള്ള, പാർട്ടിക്ക് വേണ്ടി ചോരയും നീര് ഒഴുക്കിയ പ്രവർത്തകന്മാരാണ് തികച്ചും. അവര് പാർട്ടിക്കൊന്നും മോശം വരരുത് എന്നുള്ള കാലഘട്ടം കൊണ്ടാണ് ഇത്രയും കാലം ഈ പാർട്ടി ഇത് സഹിച്ച് നമ്മൾ നിന്നത്. ഇത്രയും നടപടി തീരെ എടുക്കാതെ ഒരു ഘട്ടം വന്നപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് നമ്മളിപ്പോ ഇത് പുറത്ത് ജനങ്ങൾ അറിയണം ഈ വിഷയം. കാരണം ലക്ഷ്മണന് ഒരു കുടുംബമുണ്ട്. ലക്ഷ്മണന് ഒരു പ്രായപൂർത്തിയായ മോനും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരുപാട് കുടുംബാംഗങ്ങൾ ലക്ഷ്മണനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അവർക്കൊക്കെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടുന്ന് 10ഓളം ആളുകള് ഭാരവാഹികള് ലക്ഷ്മണനെയും കൂട്ടി
നമ്മുടെ പ്രിയങ്കരനായ MP സന്ദർശിച്ചിട്ടുണ്ട്. MP അവിടുന്ന് കൃത്യമായ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ട് ഈ അന്യായമായ കേസ് പിൻവലിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടും യാതൊരു വിലയും കൽപ്പിക്കാതെ തന്ത്രമാണിത്തം കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ TC പ്രിയ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ വരും കാലങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ പാർട്ടിക്കുള്ളിൽ ഇനിയും ഉണ്ടാകും.